അയ്യയ്യോ! ഒന്നും പറയണ്ട. അലറലോടലറല്. പൂച്ചകൾക്ക് പിന്നെ മീൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അതുങ്ങൾക്ക് വല്ലാത്ത സംഭ്രമമാണല്ലോ കിട്ടണത് വരെ. അങ്ങനെ ഞാൻ മീൻ വെട്ടാനിരിക്കണതിന് മുൻപായിട്ട് അതുങ്ങൾക്ക് കൊണ്ട് ഒരു ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പൊ ഈ മീൻ ആരാ കൊണ്ടുവന്നത് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പം കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പൊ ഇന്നലെ നമുക്ക് അയിലക്കറിയും ചെമ്മീൻ കറിയൊക്കെ ഉണ്ടായത് കൊണ്ടിട്ട് ഞാൻ ചാള എടുത്തില്ല. പിന്നെ വെട്ടാനുള്ള മടി കാരണം അപ്പാടെ തന്നെ ഫ്രിഡ്ജിലോട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് ഇന്നത്തേക്ക് ഇതേ വെട്ടിത്തേച്ച് കഴുകി ഉപ്പൊക്കെ ഇട്ട് ചട്ടിയിലിട്ട് നല്ലതുപോലെ തേച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കൊച്ചു ചാള കിട്ടിയേക്കണത്. അപ്പോൾ അത് കുറച്ചെടുത്ത് വറക്കുകയും കറി വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ വറക്കാനുള്ളത് വരഞ്ഞ് മസാലയ്ക്കെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കറിക്കുള്ള ചാറ് തിളച്ചപ്പോഴത്തേക്കും നമ്മുടെ ചാളയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് അവിടെ അടച്ച് വെച്ചേക്കാം. പിന്നെ ഞാൻ അതിൽ നിന്ന് ഒരു ഇച്ചിരി എടുത്ത് മാറ്റുന്നുണ്ട്, നാളെ ഒരു ഇച്ചിരി മീൻ പീര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. രാവിലെ തന്നെ ഒരു ഇച്ചിരി വൻപയർ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വേറെ പച്ചക്കറി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കരുതിയേ മീൻകറിയുടെ കൂട്ടത്തിൽ വൻപയറും കൂടെ താളിച്ചെടുക്കാമെന്ന്. അപ്പോൾ അത് കഴുകി വാരി കുക്കറിലോട്ടാക്കിയിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഉപ്പൊക്കെ ഇട്ട് വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മീൻകറി റെഡിയായി. അത് അടുപ്പത്ത് നിറക്കി വെച്ചേച്ചും ആ അടുപ്പിൽ തന്നെ മീനും വറക്കാനിട്ടിട്ടുണ്ടേ. സാധാരണ മീൻകറി വെക്കുമ്പോഴത്തേക്ക് ഒരു കൂട്ടം പച്ചക്കറിയും കൂടെ വെക്കും കേട്ടോ. പിന്നെ മീൻ അധികം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ഇച്ചിരി എടുത്ത് വറക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് പച്ചക്കറിയൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ടാണ് ഈ വൻപയർ താളിച്ചെടുക്കുന്നത്. അപ്പോൾ അതേ അടുപ്പത്ത് താളിക്കാൻ വേണ്ടി ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് ഉള്ളിയെല്ലാം വഴറ്റാനിട്ടിട്ടുണ്ട്. അപ്പുറത്ത് ഞാൻ മീനെല്ലാം വറക്കാനിട്ടത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് മൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി വഴണ്ട് വന്നപ്പോഴത്തേക്ക് അതിലോട്ട് ഒരു ഇച്ചിരി ചതച്ച മുളക് ചേർത്തിട്ട് വൻപയർ വേവിച്ചതും കൂടെ ഇട്ട് ഇളക്കി കൂട്ടിയെടുക്കുമ്പോൾ നമ്മുടെ വൻപയർ കറിയും റെഡി. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ തേച്ച് അരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായതെല്ലാം തേച്ച് കഴുകി എടുത്തപ്പോഴത്തേക്കും നമ്മുടെ പണികളൊക്കെ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി ചോറ് കഴിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളട്ടാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പത്രമുള്ളട്ടാ.